എല്ലാവരും സുഖമായിരിക്കില്ലേ? ഞാനും സുഖമായി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നേരത്തെ ഒന്നും എണീറ്റിട്ടില്ല. ഒരു 6:45 ആയിട്ട് എണീക്കുമ്പോൾ മക്കൾക്ക് ക്ലാസ് ഒന്നുമില്ലല്ലോ. ഒരാൾ പിന്നെ അങ്ങനെ ഹോസ്റ്റലിൽ പോയി, രണ്ടാമത്തെ ആൾ അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ തിരക്കൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ആയത്തിലാണ് എണീറ്റത്. മുറ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു വിശപ്പ്, എന്നില്ലാത്തൊരു വിശപ്പ് തോന്നി. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണത് കേട്ടോ. ചില ദിവസം ഇങ്ങനെയാണ്, കാലത്ത് എണീറ്റ പാടെ ഭയങ്കര വിശപ്പാവും. അല്ലെങ്കിൽ ഒരു 9 മണി ആയാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചാലും വിശപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് മഴയൊന്നും കാണില്ല, എന്ന് നല്ല തെളിഞ്ഞ ദിവസമാണ്, നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ 9 മണി വരെ വെയിലുണ്ടായാലും പിന്നെ അങ്ങോട്ട് നല്ല മഴ പിടിക്കും. ഇന്നിപ്പോൾ എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല. നല്ല വെയിലൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ പുട്ടുപൊടി ആദ്യം തന്നെ വേഗം നനച്ച് വയ്ക്കുകയാണ്. തേങ്ങ ചെറിയത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പിന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയണ ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്ന് രജിച്ചേട്ടൻ പിന്നെ പണിക്കാരൊക്കെ സെറ്റ് ചെയ്തിട്ട് വേഗം തന്നെ വരും. പിന്നെ വേറെ എവിടേക്കും പോകാനായിട്ട് വഴിയില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് പണികളൊക്കെ കഴിച്ചിട്ട് എനിക്കും ചെന്നിരിക്കണം. കാരണം എനിക്കും ഇഷ്ടമാണ് ഇലക്ഷൻ്റെ റിസൾട്ട് അറിയണതും അതിൻ്റെ ലീഡൊക്കെ നോക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് പണികളൊക്കെ കഴിക്കണം. അപ്പോൾ തേങ്ങ ചെറുകിയത് അതിലേക്ക് പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് മുട്ടക്കറി മതി. അപ്പോൾ പിന്നെ 2 സവാള, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിശപ്പ് ഭയങ്കര കലശലാണ്. ഇന്ന് എന്നില്ലാത്തൊരു വിശപ്പുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ആയത്തിൽ അത് അവിടെ കിടന്ന് വെന്തോളും. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുട്ടിതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 3-4 കഷ്ണം തന്നെ, ഞങ്ങൾ 3 ആളുള്ളൂ. അപ്പോൾ പിന്നെ 3 കഷ്ണം ഉണ്ടാക്കുള്ളൂ. അത് കൂടെ ഒരു കഷ്ണം കൂടി ഉണ്ടാക്കും. അങ്ങനെ 4 കഷ്ണം തന്നെ ഉണ്ടാക്കുള്ളൂ. അധികമൊന്നും ഉണ്ടാക്കില്ല. കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാലായിട്ട് വേസ്റ്റ് ആവും. ഓരോരുത്തരും ഓരോ കഷ്ണം തന്നെ വെച്ച് കഴിക്കുള്ളൂ. അത് കൂടെ ഒരു കഷ്ണം കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ളൂ. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്, ആവി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പുട്ടൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. മുട്ടക്കറിയിലതേ നന്നായി മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളുള്ളത് അപ്പോൾ തന്നെ കഴുകി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് കുന്നുകൂടുമല്ലോ. ഓരോ പാത്രങ്ങൾ അവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാലായിട്ട് ആകെ വൃത്തികേടാവും. പിന്നെ എല്ലാ പാത്രങ്ങളും ഒരുമിച്ച് കഴുകാന്ന് വെച്ചാലും അപ്പോൾ ഒരു മടിയാണ്. അപ്പോൾ പിന്നെ ഓരോന്നുണ്ടാക്കി കഴിഞ്ഞാൽ ആ പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ കൂടിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് സവാള വാടിയിലേക്ക് അങ്ങനെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും മസാലയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരട്ടെ. ഇതേ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായി മൂത്ത് വന്നപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മുട്ടക്കറി അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയത് നന്നായിട്ട് തോലെല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കറിയും പുട്ടും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചായ വെക്കുന്നുണ്ട്. കട്ടൻ ചായയാണ് വെക്കുന്നത്. ഞാൻ ചായ കുടിക്കില്ല. വിജുവിൻ്റെ മോൾക്കുള്ള ചായ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 9 മണി 10 മണിയൊക്കെ ആവും എല്ലാവരും കഴിക്കുമ്പോൾ. ചില ദിവസം വിശക്കില്ല. ചില ദിവസം തലേ ദിവസം ഒന്നും ശരിക്കും കഴിക്കാതെ കിടക്കണ കാരണം തോന്നുന്നു പിറ്റേ ദിവസം കാലത്ത് ഭയങ്കര ഒരു വിശപ്പ് വരണത്. അപ്പോൾ അങ്ങനെ കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും. കുറേ ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. കാരണം മൊബൈൽ വയ്ക്കുന്ന സ്റ്റാൻഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരാനായിട്ട് നേരം വൈകി. അപ്പോഴേക്കും മൊബൈലൊന്ന് നാശമായി, മൊബൈൽ വർക്ക് ചെയ്യാതായി. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാതായി. അതുകൊണ്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി. ഷോർട്ട് വീഡിയോ പരമാവധി ഒരു ദിവസം വെച്ചിട്ട് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ പാത്രങ്ങളൊക്കെ വേഗം തന്നെ എടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്, കഴുകി വയ്ക്കുകയാണ്. മേശയൊക്കെ അപ്പം തന്നെ തുടച്ചിടണം. ഓരോന്ന് കൈയോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പണിഭാരം കൂടില്ല. പിന്നെ അതുപോലെ എല്ലാ ഭാഗവും നന്നായി വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. ചായ കുടി കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു ക്ഷീണം പോലെയാണ്. കുറച്ച് നേരം ഒന്ന് ഇരിക്കണം. ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചെന്ന് പണിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം TV കാണാനായിട്ട് അവിടെ ഇരുന്നു. പോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രജിച്ചേട്ടന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ പിന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാം, പിന്നെ അടിച്ച് തുടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അടിച്ചു കൊടുക്കും, മോള് അങ്ങനെ തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ മഴക്കാലമാണെങ്കിലും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി എടുക്കുകയാണ്. വേനൽക്കാലത്തിനേക്കാൾ കൂടുതൽ നമ്മൾ എപ്പോഴും വൃത്തിയാക്കേണ്ടത് മഴക്കാലത്താണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ തട്ടിയിട്ടില്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ചെറിയ പൂപ്പലായിട്ട് വന്നു തുടങ്ങുന്നുണ്ട്. ചെറിയൊരു കളർ വ്യത്യാസം, ഒരു വെള്ള കളർ പോലെ വരും. അപ്പോൾ അത് നന്നായി ഒന്ന് ശ്രദ്ധിച്ച് നന്നായി തുടയ്ക്കണം. അതുമാത്രമല്ല, നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കാതിരിക്കും നല്ലത്. ഒന്ന് ഉണങ്ങിയ തുണി വെച്ചിട്ട് തുടയ്ക്കുകയായിരിക്കും നല്ലത് എപ്പോഴും. പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കുടയുക. പിന്നെ അതുപോലെ എന്തെങ്കിലും പൂപ്പലായിട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കൈകൊണ്ട് തന്നെ ആ തുണി കൊണ്ട് തന്നെ നന്നായി അമർത്തി തുടച്ച് കൊടുക്കുക. പിന്നെ TV സ്റ്റാൻഡിൻ്റെ അവിടെ തട്ടാ
നന്നായി ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് മാറാല വരും ഈ മഴക്കാലത്ത്, പെട്ടെന്ന് ചെറിയ ചെറിയ മാറാലകൾ വരും. അത് മാത്രമല്ല കുഞ്ഞു കുഞ്ഞു എട്ടുകാലിയുടെ കുട്ടികൾ പെരുകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ ഒന്ന് അടിച്ച് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അടിച്ചിടണുള്ളൂ, മോള് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ബെഡൊക്കെ നന്നായി ക്ലീൻ ചെയ്തിടും അവൾ, നന്നായി വിരിച്ച് വൃത്തിയാക്കിയിടും. പിന്നെ അതുപോലെ കഴുകാനുള്ള തുണികളൊക്കെ എടുത്തിട്ട് അവൾ മെഷീനിൽ കൊണ്ടുപോയിടാൻ പറഞ്ഞാലായിട്ട് അവൾ അത് ചെയ്യും. അപ്പോൾ വീടിൻ്റെ ഉൾഭാഗമൊക്കെ അവൾ അലങ്കോലമാക്കി ഇടാതെ അവൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും നല്ല ക്ലീനാക്കി നീറ്റാക്കി ഇടാൻ അവൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാനപ്പോൾ പറയും, അവിടെ എവിടെയൊക്കെ വൃത്തികേടായി കിടക്കണമെങ്കിൽ പറയും, മോൾ അവിടെ അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതുപോലെ ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ അടിച്ചു വാരൽ കഴിഞ്ഞിട്ടുണ്ട്, ഇനി അവൾ തുടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മീൻ വാങ്ങിച്ചു, അയിലയാണ് വാങ്ങിച്ചത് കേട്ടോ. കറി വെക്കാനായിട്ട് അയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, 2-3 അയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് വെക്കണം, ചോറ് അടുപ്പത്ത് തന്നെയാണ് വെക്കാറ്. അപ്പോൾ പിന്നെ അരി കഴുകിയിട്ട് അങ്ങനെ വെള്ളം കൂടിയിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ മീൻ നന്നാക്കി എടുക്കുകയാണ്. പിന്നെ ഇരുന്നാലായിട്ട് ആകെ നേരം വഴുകും. ഇനിയിപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ, കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ മീൻ നന്നാക്കി എടുക്കുകയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലയാണ്, നല്ല കരിമ്പ് പോലത്തെ അയില. അപ്പോൾ പെട്ടെന്ന് നന്നാക്കിയിട്ട് കഴുകിയെടുക്കുകയാണ്. തേങ്ങാപ്പാലും മാങ്ങയും ഇട്ടിട്ട് വറ്റിക്കുക എന്ന് വിചാരിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. മാങ്ങ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചട്ടിയിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളിയൊക്കെ കൂടി ചതച്ചിട്ട് ഇടുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ അരമുറിയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. മൊത്തം കറി വയ്ക്കുകയാണ്, വറക്കാനായിട്ടൊന്നും എടുക്കണില്ല. ചാള ഇന്നലെ മിളക് തേച്ച് വെച്ചതുണ്ടായിരുന്നു കേട്ടോ, മസാല തേച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ കറി അടപ്പത്ത് വെക്കുകയാണ്. പിന്നെ ഉപ്പേരിക്ക് എന്തെങ്കിലും വേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പയർ കുക്കറിൽ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പയറും കായം കൂടിയിട്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ പിന്നെ പയർ കഴുകിയിട്ട് സ്റ്റൗമ്മ കൊടുന്ന് വെക്കുകയാണ്. അപ്പോൾ 2-3 വിസിലായി കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കായ, ചെട്ടിക്കായ എന്ന് പറയും. അപ്പോൾ അങ്ങനെ സ്റ്റൗമ്മ അങ്ങനെ പയർ വെച്ചിട്ടുണ്ട്, അത് നന്നായി ഒന്ന് വേവട്ടെ. കറിയും വെച്ചിട്ടുണ്ട്, അതൊന്ന് നന്നായി വറ്റട്ടെ. മീനും പിന്നെ അതുപോലെ മാങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കറി ഒന്ന് തിളച്ചൊന്ന് വറ്റാറാകുമ്പോൾ ഇടണുള്ളൂ, അല്ലെങ്കിൽ ആകെ ഉടഞ്ഞു പോകും. അപ്പോൾ പച്ചക്കായ അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. 2 പച്ചക്കായ തന്നെയുള്ളൂ. എന്തായാലും ഒരു കറി പിന്നെ ഒരു ഉപ്പേരി ഇല്ലാതെ, കറിയുടെ ഒപ്പം ഒരു ഉപ്പേരി ഇല്ലാതെ ചോറ് കഴിക്കാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല. എപ്പോഴും കറി വെക്കണമെങ്കിൽ ഒപ്പം തന്നെ ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ. പച്ചക്കായത്തെ കറ കളയാനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കണം ഞാൻ. അപ്പോഴേക്കും ഇതിൻ്റെ കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് മാങ്ങയും അയിലയും കൂടി ഇടാണ്. മൊത്തം എല്ലാം കൂടിയിട്ട്, അതായത് നമ്മൾ 1/2 കിലോ അയില വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കറി വെക്കുകയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വേറെ ഉണ്ട്. പണ്ടത്തെ ആൾക്കാരുടെ കറി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ മീനൊന്നും വറക്കാനായിട്ട് എടുക്കില്ല. 1/2 കിലോ മീൻ വാങ്ങുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് അവരത് കറി വെക്കും. അപ്പോൾ അന്നത്തെ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ അതിൽ നിന്ന് 2 കഷ്ണം എടുത്തിട്ട് വറക്കും. അപ്പോൾ ആ കറിയുടെ ഒരു ടേസ്റ്റ്, പഴയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തം എടുത്തിട്ട് എല്ലാം കറി വെക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് പച്ചക്കായ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്, പയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും മുളക് മൂപ്പിച്ച് മുളക് പൊടി ഇട്ടിട്ട് ആ പയർ അതിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻ വറക്കാമെന്ന് വെച്ചാൽ ചോറുന്ന സമയത്ത് ഒരു 4-5 ചാളുണ്ട്, അപ്പോൾ അത് വറക്കാമെന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ അതിപ്പോൾ വറക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ്. പ്രത്യേകിച്ചൊന്നും ക്ലീൻ ചെയ്യാനായിട്ടില്ല, സ്റ്റവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടാണ്. ഒപ്പം തുടച്ച് വൃത്തിയാക്കണം, കാരണം തന്നെ അത്ര അഴുക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ, വേനൽക്കാലത്തിനേക്കാളും കൂടുതൽ നമ്മൾ മഴക്കാലത്തൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ചിടുകയാണെങ്കിൽ അപ്പോൾ പിന്നെ അത്രയുണ്ട്, ഒരു പൂപ്പൽ കിട്ടില്ല. മൊത്തത്തിൽ ജനവാതിലുമ്മലും എല്ലാ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വെള്ള കളർ ഇങ്ങനെ ചെറുതായി പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ പോകാനായിട്ട് നമ്മൾ ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായി തുടയ്ക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെ നനഞ്ഞ തുണി കൊണ്ട് മാത്രം തുടച്ചിട്ട് പോയാലായിട്ട് കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വരാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ ഉണങ്ങിയ തുണി വെച്ചൊന്ന് നന്നായി തുടയ്ക്കുകയാണെങ്കിൽ ആ പ്രാണി ശല്യം തീരെ വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിൽ സൈഡിൽ ഭാഗമൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഉരച്ച് കഴുകുകയാണ്. പിന്നെ തുടച്ചിട്ടുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു, കൂട്ടിപ്പിടിക്കുന്ന തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയിടുകയാണ്. നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ തുണികളൊക്കെ മോള് മേലെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ തലേ ദിവസത്തെ തുണികളൊക്കെ ഒന്ന് നനവ് മാറാത്തതുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വെയിലത്തിട്ടിട്ട് പിന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു 12 മണി ആവണുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ചോറിനുള്ള സമയമൊന്നും ആയിട്ടില്ല. എന്തായാലും 1 മണി 1:15 കൂടിയിട്ടേ ചോറിനുള്ളൂ.
അപ്പോൾ പിന്നെ സമയമായപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ ചോറിനാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ രജുവേട്ടൻ ടി വിയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ടി വിയിൽ നിന്ന് കണ്ടെടുക്കണില്ല ഇലക്ഷൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ മോള് ഇരിക്കണില്ല, മോള് ഞങ്ങൾ ചോറിനുള്ളത് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും ചോറിന് കഴിഞ്ഞിട്ട് പിന്നെ രജുവേട്ടൻ കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഐസ്ക്രീം കഴിക്കുകയാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതേ മഴക്കാറ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തുണികളൊക്കെ എടുത്തു കൊണ്ടുവരികയാണ്. ഓരോന്നോരോന്നായിട്ട് മടക്കി വേറെ വെക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരുടെ ഭാഗത്തായിട്ട് ഓരോരുത്തരുടെ സാധനങ്ങൾ ഓരോരുത്തരുടെ സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കമൻറ്റ്, എന്തെങ്കിലും ഒരു ചെറിയൊരു സ്മൈലെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ഇടണം കാണുമ്പോൾ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.